ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ നിൽക്കേണ്ട ഒരു സ്ഥലമാണ് കർത്താവിൻ്റെ ന്യായാസനം എന്ന് പറയുന്നത്. ന്യായാസനത്തിൻ്റെ മുമ്പാകെ കർത്താവ് വിധികർത്താവായി നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഈ വാക്കുകൾ വളരെയധികം പേടിപ്പെടുത്തുന്ന വാക്കുകളാണ്. ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും നമ്മളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ അറിയുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം ശോചനീയമായ അവസ്ഥയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. അധർമ്മം പ്രവർത്തിക്കുന്നതിൻ്റെ കാരണമാണ് ദൈവം നിങ്ങളെ അറിയാത്തത്. ഒരു മനുഷ്യനെ അറിയാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നാം അധർമ്മം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ദൈവത്തിന് അധർമ്മം ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അധർമ്മം പ്രവർത്തിക്കുന്ന വ്യക്തികളെയും ദൈവം ഒരിക്കലും സ്വീകരിക്കത്തില്ല. ദൈവത്തിൻ്റെതായ ഘടനയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എഫെസോസ് സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധിയും നിഷ്കളങ്കരുമാകണമെന്ന്. വിശുദ്ധിയും നിഷ്കളങ്കരുമാകണമെന്ന്. അല്ലാത്ത പക്ഷം ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ ഹിതത്തിൽ സഞ്ചരിക്കുന്നവനല്ല. ഇവിടെ 21-ാമത്തെ വാക്യത്തിൽ, മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതാണ്. ചിലപ്പോൾ ജൽപ്പനങ്ങൾ കർത്താവേ കർത്താവേ എന്നൊക്കെ അധികം സമയം ജൽപ്പനങ്ങളാൽ പറയുന്നവരുണ്ടാവാം. എന്നാൽ ഇവരാരും ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകണമെന്നില്ല. ഇവർ ഇങ്ങനെ സ്വയസിദ്ധമായൊരു ചിന്താഗതി കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമായിരിക്കാം. അതുകൊണ്ട് ദൈവം ഒരിക്കലും അവരിൽ ഇഷ്ടം പ്രകടിപ്പിക്കുന്നില്ല. കർത്താവേ കർത്താവേ എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കിയത് പ്രവർത്തിക്കുന്നവനെയാണ് ദൈവത്തിന് ഇഷ്ടം. അങ്ങനെയുള്ളവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അല്ലാത്ത പക്ഷം ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ കിടക്കുന്നില്ല. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുക്കമുള്ള ജീവിതം മാത്രമാണ്. ഈ ചുരുക്കമുള്ള ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് കയറുവാൻ പ്രാപ്തിയുള്ളവനായി തീർന്നോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്നത് മാത്രമാണ് ജീവിതമെന്ന് ഗ്രഹിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. അങ്ങനെയല്ല. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വെറും ഹ്രസ്വമായ ജീവിതമാണ്. ഈ ലോകത്തിൽ നിന്ന് നേടേണ്ടത് മറ്റൊരു ലോകത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോഴാണ് ചില വാദഗതികൾ പലരും പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുക ചെയ്തു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു എന്ന് പലരും അന്നാൾ പറഞ്ഞതല്ലേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്, പല മീറ്റിങ്ങുകളും കാണുന്നുണ്ട്, പല വീര്യപ്രവൃത്തികളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉദ്ദേശം എന്താണ്? അവൻ്റെ ബിസിനസ് വളർത്തുവാനും അവൻ്റെ വരുമാനം വളർത്തുവാനും അവൻ്റേതായ കീർത്തി വളർത്തുവാനും മാത്രമാണെങ്കിൽ ദൈവം അവൻ്റെ ഹൃദയത്തെ നോക്കി പറയും, ആ ധർമ്മം പ്രവർത്തിക്കുന്നവനെ. പലപ്പോഴും അങ്ങനത്തെ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നവരും ധാരാളമുണ്ട്. ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്, നീതിയോടെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കളിപ്പിച്ച് നിനക്ക് ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു വ്യക്തിയാകാം. നീ രോഗത്തിൻ്റെ സൗഖ്യം കൊടുക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് കളിപ്പിക്കുന്നൊരു വ്യക്തിയാകാം. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം ഇരിക്കേണ്ടി വരും. അന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ യാചിക്കേണ്ടി വരും, ദൈവമേ എനിക്ക് ഈ ശിക്ഷ നൽകരുത്. അധർമ്മം പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും നരകത്തിൽ പോകുവാൻ ഇടയാകരുതെന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ ആ സമയത്ത് ദൈവം ക്ഷമിക്കുവാൻ ദൈവത്തിൻ്റെ നിയമത്തിൽ ഇടമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നീ രൂപാന്തരപ്പെടണം. മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ നിന്നെ വളരെയധികം ഒരു ചിന്തിപ്പിക്കണം. അവിടെ നിൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം കടന്നു വരണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രവൃത്തികളാകുവാൻ ദൈവമേനോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചൊരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ സിംഹാസനത്തിന് മുമ്പിൽ നീ ലജ്ജിക്കുവാനിടയാകത്തില്ല എന്ന് തീർത്തും പറയുകയാണ് ബൈബിൾ. ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ ചിന്ത നിങ്ങളെല്ലാവരും ബലപ്പെടുത്തുമാറാകട്ടെ. ഇവാഞ്ചലിസ്റ്റ് പ്രേംജി ജോർജ്, നിലമ്പൂർ.